ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ലക്ഷറി വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു പ്രീമിയം ഒരു ലുക്കുള്ള ഈ ഒരു വീട് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രത്ത് കോവിൽവിള എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം പ്രാവിച്ചമ്പലം ഹൈവേ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമുക്ക് ഒരു 6 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്കിവിടെ കോവിൽവിള എന്നുള്ള സ്ഥലത്ത് എത്താൻ പറ്റും. പിന്നെ കൂടാതെ നമുക്കിവിടെ പേയാടെന്ന് അടുത്ത് വരുന്ന മലയും കീഴുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്കിവിടെ എത്താം. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആക്സസ് ഉള്ള ഒരു പ്ലേസാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെ നമുക്ക് സ്കൂളുകളും നമുക്ക് ഹോസ്പിറ്റലും ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു വീടിൻ്റെ ചുറ്റുപാടും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ലക്ഷറി വീടിൻ്റെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലക്ഷറി പ്രീമിയം ലുക്ക് തരുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വീടിൻ്റെ ലുക്ക് കണ്ടോ, നല്ല വൈറ്റ് തീമൊക്കെ കൊടുത്ത് നല്ലൊരു ലുക്കിൽ പണിയേപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഗേറ്റുമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ഗേറ്റൊക്കെ തന്നെ നല്ല വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു ഗേറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടക്കാം. അപ്പോൾ നമുക്ക് ഈ വീട് വരുന്നത് 4,300 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് തന്നെ നോക്കാം. നമുക്ക് ഈ കാണുന്നതാണ് ഒരു വലിയൊരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഗേറ്റിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കണ്ടോ ഇവിടെ ഫുള്ള് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീട് നമുക്ക് പുറമേ നോക്കുമ്പോൾ ഈ ഒരു നല്ലൊരു ലുക്കാണ് നമുക്ക് കണ്ടോ. പുറമേ നോക്കുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് ഒരു എടുപ്പ് തന്നെ നമുക്ക് കാണാം. തൊട്ടടുത്തൊക്കെ തന്നെ നമുക്ക് വേറെ വീടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ കണ്ടോ, അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇൻ്റർലോക്ക് ഗേറ്റുണ്ട്. നമുക്കൊരു വലിയ ഒരു വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ടോ. പിന്നെ ഈ സൈഡിൽ നമുക്കൊരു ചെറിയ കാറൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അതിനുള്ള സ്പേസാണ് നമുക്ക് അപ്പുറത്ത് ഈ ഒരു സൈഡിൽ വരുന്നത്. നമുക്ക് തറയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുള്ള് ഇൻ്റർലോക്ക് കണ്ടോ, ഫുള്ള് സൈഡും ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് പോർഷൻ വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇതാണ് സൈഡ് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് പൈപ്പ് കണക്ഷന് കിണറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലാഡിങ് സ്റ്റോൺ കൊടുത്തുണ്ട്. ഈ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് പിന്നെ ഇനി സിറ്റ് ഔട്ട് വരുന്നത്. ഒരു വൈഡ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈനീസ് ഡോളിൻ്റെ ഒരു ചെടി നമുക്കുണ്ട് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത് 14x4 ഡയമെൻഷനിലായിട്ട് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. ഒരു 3 സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് എൻട്രൻസ് വരുന്നത്. കണ്ടോ, നമുക്ക് ഒരു വൈഡായിട്ട് നമുക്ക് കാണുന്ന രീതിക്കാണ് കണ്ടോ ഈ ഒരു സിറ്റ് ഔട്ട് ഫുള്ളും തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലെല്ലാം തന്നെ നമുക്കിവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ട് നമുക്ക് ലൈറ്റിംഗ് ഒക്കെ നല്ല പക്കയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിലാണ് ഈ ഒരു വിൻഡോസ് വരുന്നുണ്ടോ, സ്റ്റീലും ഗ്ലാസും കൂടെ യൂസ് ചെയ്തിട്ടാണ് വിൻഡോസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹെവി ഒരു ഡോർ കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു വീടിന് പ്രത്യേക ഒരു ലുക്ക് സഹായിക്കുന്ന ഒരു ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡോറിൻ്റെ തിക്നെസ് തന്നെ നല്ല ഹെവി ആയിട്ടുള്ളതാണ് കണ്ടോ. കൂടാതെ എൻ്റെ ഹാൻഡിൽസ് ഉണ്ട്, നല്ല ലെങ്തിനുള്ള കണ്ടെത്ത് വലിയൊരു ഹാൻഡിൽസാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പൂട്ടും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു പൂട്ടാണ്. നമുക്കപ്പോൾ അത് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻറ്റീരിയർ കണ്ടോ, നല്ല ഭംഗിയായിട്ട് പണിയേപ്പിച്ചിട്ടുള്ള ഒരു വലിയൊരു ഇൻറ്റീരിയറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ നമ്മളിപ്പോൾ കണ്ട ഒരു ഡോറിൻ്റെ കുറച്ച് സ്പെക്കും കൂടെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഡോറ് കണ്ടോ, തിക്നെസ് തന്നെ ഞാൻ കാണിക്കാം. ഇത്രയും ഒരു തിക്നെസ് ഉണ്ട് കണ്ടോ, ഇത്രയും തിക്നെസ് ഉള്ള ഒരു ഡോറാണ് നമുക്ക് കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ പൂട്ട് കാണിക്കാം. പൂട്ട് കണ്ടോ, ഹെവി ആയിട്ടുള്ള പൂട്ടാണ്. ഇതിവിടെ മാത്രമല്ല കണ്ടോ, മുകളിൽ നമുക്ക് പോകുന്നുണ്ട് കണ്ടോ. ഈ നമ്മൾ ഇവിടെ താക്കോൽ എടുക്കുന്നുണ്ട്, മുകളിൽ
താഴെയും നമുക്ക് വരും. താഴെയുള്ള കാണിക്കുക, ഇതാണ് സെൻറ്റർ വരുന്നത്. താഴെ കണ്ടോ നമുക്ക് ആ ഒരു ഭാഗത്തുകൂടെ ഉണ്ട്. നമ്മളിവിടെ പൂട്ട് നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് താഴെ ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഡോറാണ് നമുക്ക് വരുന്നത് കേട്ടോ. നമുക്ക് നല്ല തിക്നെസ് ഉള്ളതുമാണ്. അപ്പോൾ കൂടാതെ നമുക്ക് ഈ ഒരു ഡോറിന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഫുള്ള് ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് ആരെങ്കിലും വരുന്നോന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഫിഷ് ഐ ലെൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുവഴി നോക്കിയാൽ നമുക്ക് പുറമെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫിഷ് ഐ ഇതിൻ്റെ അകത്തോടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇൻ്റർലോക്ക് കാണാൻ പറ്റും. അവിടെ ആയിട്ട് കണ്ട് ഗേറ്റ് കാണാൻ പറ്റും. അത്രയും വൈഡായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഫിഷ് ഐ ഇതിൻ്റെ അകത്തോടെ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡോറിനുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടുത്തെ ലിവിങ് ഏരിയയാണ് നമുക്ക് നോക്കേണ്ടത്. ഉണ്ടോ, ഈ കാണുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 14x12 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. മുകളിലപ്പോൾ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്, കൂടാതെ പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് സീലിംഗ് വർക്ക് വരുന്നത്. അപ്പോൾ ഈ രീതിക്കുള്ള ഒരു ടെയിലാണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡ് വിൻഡോയിലെല്ലാം തന്നെ നമുക്ക് ഇവിടെ ബ്ലൈൻഡ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഈ ഒരു പോർഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാളിന് നമുക്ക് ഈ ഒരു ടെക്സ്ചർ വർക്ക് നന്നായിട്ട് യൂസ് ആവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ വർക്കാണ് കണ്ടോ നമുക്ക് ഈ കാണുന്ന ഒരു വാളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം വലിയൊരു TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ല ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ പോർഷനിലൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ജിപ്സം ബോർഡും മൾട്ടിവുഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കാണുന്ന കബോർഡ്സും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ലിവിങ് ഏരിയ വരുന്നത്. ജസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഈ കാണുന്നതാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് തൊട്ട് അപ്പുറത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അതിന് മുമ്പേ നമുക്കിവിടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു സംഭവം ഉണ്ടോ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫാൻസി ഐറ്റമൊക്കെ നമുക്ക് വയ്ക്കാൻ കണക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ബേസിങ് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈപ്പാണ് നമുക്കിവിടെ ഒരു വാഷ് ബേസിങ് കൊടുത്തിട്ടുള്ളത്. ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ വാഷ് ബേസിന് ഒരു ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വരുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ ഇൻവെർട്ടറൊക്കെ വയ്ക്കാനും വേറെ എന്തെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്കിവിടെ സൈഡിൽ ടെക്സ്ചർ വർക്ക് തന്നെ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. അവിടെ നമുക്ക് ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്ക് വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പാണ് സീലിംഗ് വർക്ക് വരുന്നത്. ഓക്കെ, നമുക്കിതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മെറ്റീരിയൽ നമുക്ക് നല്ലൊരു വിസിബിലിറ്റിയും നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ടോ. തറയിൽ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഗ്രിപ്പ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് തുറന്ന് കാണിക്കാം. ഓപ്പൺ മോളിലോട്ട് വരുന്ന ടൈപ്പാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെറയുടെ പ്രോഡക്റ്റായ ഒരു സിങ്ക് ഉണ്ടോ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലുണ്ടോ ഒരു വലിയൊരു സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഉണ്ടോ വലിയൊരു സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇവിടെ ധാരാളം നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ധാരാളം ഷെൽഫുകൾ കൊടുത്തിട്ടുള്ളത്. കണ്ടോ ധാരാളം മോഡൽ നമുക്ക് ഷെൽഫ് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ നമ്മുടെ ഈ ഒരു രീതിക്ക് വരുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ കൊണ്ടുപോയി വിടുമ്പോഴത്തേക്ക് ബാക്കി അതൊക്കെ കണ്ടോ ഓട്ടോമാറ്റിക് കയറി പോകുന്നുണ്ട്. കണ്ടോ ക്ലോസ് ആവുന്നത് ആ ഒരു കണക്കിനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് രണ്ടാമത് വരെ വിട്ടുകൊടുത്താൽ ബാക്കി അത് തന്നെ അകത്തോട്ട് പ്രസ്സായി പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്കുള്ള ഇതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് കിച്ചൻ്റെ ഈ ഒരു
പോർഷൻ ഫുള്ള് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ടെയിലൊക്കെ കൊടുത്ത് ലൈറ്റിങ് കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു പ്രീമിയം ലുക്കായിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിച്ചൺ വരുന്നത്. നമുക്കിനി ഇവിടുത്തെ വർക്ക് ഏരിയ ആണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് വർക്ക് ഏരിയ വരുന്നത്. കണ്ടോ, ഇവിടെ ആയിട്ട് ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക്. അപ്പോൾ 10x4 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ പല പോർഷനിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ ഫുള്ള് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഈ ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നല്ല ഒരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മൾട്ടിവുഡിൽ നമുക്ക് ഇവിടെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വർക്കാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് സ്പേസും നമുക്ക് കണ്ടോ, മുകളിൽ ഒന്ന് താഴോട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. പിന്നെ ധാരാളം നമുക്ക് ഡ്രോസൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വിൻഡോ, ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു പോർഷനിൽ 2 സൈഡിലായിട്ട് 2 വിൻഡോ വരുന്നുണ്ട്. ബ്ലൈൻഡ്സ് അവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഇവിടെയാണ് നമുക്ക് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് കയറുമ്പോൾ നമുക്ക് സാറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഉണ്ട് ഇവിടെ ആയിട്ട് ഒരു മിറർ, ഒരു സിങ്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഈ മിറർ നമുക്ക് അകത്ത് സ്പേസ് ഉള്ളതാണ്. കണ്ടോ, നമുക്ക് സോപ്പും ബാക്കി എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലെല്ലാം വയ്ക്കാൻ വേണ്ടിയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിററാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ ഫുള്ള് നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ടൈൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി മുകളിലോട്ട് പോവാം. സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് നമുക്ക് ഹാൻഡിൽസ് തടിയും സ്റ്റീലും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽസ് വരുന്നത്. പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു രീതിക്ക് നമുക്ക് അവിടെ നിന്ന് ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. കണ്ടോ, ആ പോർഷനിൽ നിന്ന് നമുക്ക് ബ്ലൈൻഡ്സ് ജസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ലൈറ്റിംഗ് കിട്ടും. നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ലൈറ്റ് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലൈൻഡ്സിൽ ജസ്റ്റ് ഒന്ന് അനക്കിയാൽ അത് കട്ടാവും. കണ്ടോ, നമുക്ക് ജസ്റ്റ് ബ്ലൈൻഡ്സ് ഒന്ന് അനക്കിയപ്പോൾ അത് കട്ടായി. നമുക്ക് ലൈറ്റിംഗ് വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ ലൈറ്റ് വരും. ഓക്കെ, ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് ഇനി മുകളിൽ നമുക്ക് കയറാം. അപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വന്നതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് ഫാൻസി ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റെയർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ് മോള് പോർഷനിൽ വന്നത്. നമുക്ക് ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു L ഷേപ്പിലാണ് നമുക്കൊരു ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ 20x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഒരു ഏരിയ വരുന്നുണ്ടോ. 20x12 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ഹോള് വരുന്നത്. കണ്ടോ, മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് മുകളിൽ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിലായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അതിൻ്റെ പവർ കണക്ഷനും ഇന്നും ഔട്ടൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ 20x12 ഡയമെൻഷനുള്ള ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 3 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ 3 ബെഡ്റൂം കാണാം. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ടോ. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെ ആയിട്ട് ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ പല ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു പോർഷനിലാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PVC ഡോർ തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു പാറ്റേണാണ് നമുക്ക് ഇവിടുത്തെ ടൈൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
സറയുടെ പ്രോഡക്റ്റാണ് നമുക്ക് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ നമുക്കിവിടെ നേരത്തെ കണ്ട പോലത്തെ മിറർ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു റൂമിനെയാണ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടുണ്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ കണ്ട പോലെ ഹെവി ലോക്കുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു ഡോറിനും വരുന്നുണ്ടോ. ഇത് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കണ്ടോ ഈ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത് മെയിനായിട്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. തറയിൽ നമുക്കൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു വുഡൻ തീം വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ഗ്ലാസ് ഹാൻഡിൽസാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 12x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇത് നമുക്ക് ആ ഒരു റൂമിനോട് ചേർന്ന് ഉള്ള ഒരു ഡോർ വഴിയാണ് നമുക്ക് പുറത്തോട്ട് വരുന്നത്. ഈ ഒരു ഡോർ വഴിയാണ് നമുക്ക് പുറത്തോട്ട് വരേണ്ടത്. നമുക്ക് ഇനി അടുത്ത് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. കണ്ടോ ഈ കണക്കിലാണ് ടൈലും ബാക്കി നമുക്ക് റൂമിൻ്റെ സ്പേസ് എല്ലാം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട ഒരു പാറ്റേൺ ആണ് വരുന്നത്. 2 ഡോറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഒരു മിററും നമുക്ക് അതിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു രീതിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡിലായിട്ടൊരു ബ്ലൈൻഡ്സും കൂടാതെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള നോക്കാം. നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് കണ്ട പല പ്രോഡക്റ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് തറയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. 12x12 ഡയമെൻഷനുള്ള ഇതാണ് നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെ വരുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 2 വിൻഡോ വരുന്നുണ്ട്. 2 ഭാഗത്ത് ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഇപ്പോൾ നമ്മൾ കയറി വന്ന വാതിൽ നമുക്ക് ഈ ഒരു പോർഷനിലാണ്. സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ വാർഡ്രോബ് നമുക്ക് ഈ ഒരു സൈഡിൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് വാർഡ്രോബ് എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ബാത്റൂമിന് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണി കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് മെയിൻ ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ഹെവി ഡോറൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന മെയിൻ ബാൽക്കണി നമുക്ക് 16x6 ഡയമെൻഷനിലുള്ള ഒരു വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ടോ. നമുക്ക് തറയിൽ ടൈലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പിലൊരു വുഡൻ തീം വരുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു തറയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഫുള്ള് നമുക്ക് ഗ്ലാസ്സിലുള്ള ഒരു ഗ്ലാസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് നമുക്കിവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് നമുക്ക് പ്രൊജക്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് പുറത്തോട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിക്കാണ് നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു പോർഷൻ വഴിയാണ് നമുക്ക് മുകളിൽ നമ്മൾ ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ മുകളിൽ സ്റ്റെയറിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ കയറിയാണ് നമുക്ക് മുകളിലെത്തേണ്ടത്. നിങ്ങൾക്കപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ളൊരു വീടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നമ്മൾ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തന്നെ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.